നമ്മളൊരു പ്രണയം പറഞ്ഞിട്ട് ആ പെണ്ണിന് ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അത്ര വലിയ അട്രാക്റ്റീവ് ഫിഗർ ഒന്നും അല്ലായിരുന്നു അന്നത്തെ കാലം. അവൾ എന്നോട് പ്രതികരിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രണയം പൊളിഞ്ഞു. ആ സ്കൂളിൽ എൻ്റെ അമ്മയോട് പോലും ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം. പോടാന്ന് വിളിച്ചതിന് ക്ലാസ് ലീഡർ കംപ്ലൈൻറ്റ് ചെയ്യുന്നതിന് പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കാൻ എന്നെ പണിഷ് ചെയ്ത ഒരു കാലമുണ്ട്. ഞാൻ എങ്ങനെ ഒരു വലിയ ആക്ടറാണെന്നോ എൻ്റെ ലൈഫ് സക്സസ് ആണെന്നോ ഞാൻ ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അത് നിങ്ങൾക്ക് എൻ്റെ ലക്ഷ്യം അറിയാത്തതുകൊണ്ട്. ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആവശ്യം എനിക്ക് മാത്രം. എന്നെ സിനിമയ്ക്ക് ആവശ്യമേ ഇല്ല. അപ്പൊ അതിന് ഞാൻ തന്നെ മെനക്കെട്ടിരുന്നു, സിനിമ ഉണ്ടാക്കി, എനിക്ക് ചാൻസ് ഉണ്ടാക്കി, ഞാൻ ആൾക്കാരെ വിളിക്കേണ്ടവരെ വിളിച്ച്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പുറയിൽ നിന്ന് പുതിയ കഥകൾ ഉണ്ടാക്കി, ഡയറക്ടറെ കൊണ്ടുവന്ന് പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യിച്ച് എനിക്കൊരു വേഷം കിട്ടത്തക്ക രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് സിനിമ ഉണ്ടാവില്ല. ഇന്ന് വരെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ട് ആരും മോശമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഞാൻ മോശമായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നല്ല. ഞാൻ എങ്ങനെയായാലും ആർക്കും. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്ന മൂവിയുടെ നമ്മുടെ സ്വന്തം ആക്ടറായ നമ്മുടെ സ്വന്തം ജയൻ ചേട്ടനും ദേവിക മോളുമാണ്. PDC മൂവിയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ആകെ 2 ഫുൾ ഫോമേ അറിയുള്ളൂ PDCയുടെ. ഒന്ന് പ്രണയത്തിന്റെ ഡിഗ്രി കോഴ്സും ഒന്ന് പ്രീ ഡിഗ്രി കോഴ്സും. അപ്പോൾ ശരിക്കും ഈ ഒരു മൂവിയിൽ PDCയുടെ ഫുൾ ഫോം എന്താ? പ്രീ ഡിഗ്രി, നമ്മൾ PDC എന്ന് പറയുന്ന പോലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പ്രീ ഡിഗ്രി കോഴ്സ് എന്ന് തന്നെയാണ് അതിൻ്റെ ഫുൾ ഫോം. പക്ഷേ അതിനൊരു ദ്വയാർത്ഥം കൂടി നമ്മൾ വെക്കുന്നത് പിഗ് ഈസ് എ ഡേഞ്ചറസ് ക്രീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം. എന്താ വെച്ചാൽ ഈ സിനിമയിൽ ഒരു പന്നി ഒരു വലിയൊരു വില്ലനായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു നിക് നെയിം എന്നൊക്കെ യൂസ് ചെയ്യത്തില്ലേ. ഇപ്പം അന്നയുടെ പേര് അന്ന എന്നാണെങ്കിലും ചിലപ്പോൾ കളിയാക്കി വല്ലവരൊക്കെ വെള്ളപ്പാറ്റയെന്നോ നിങ്ങളുടെ കളർ കണ്ടിട്ടൊക്കെ അങ്ങനെ വിളിക്കാറുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ക്ലാസ്സിൽ എന്ന് വിളിക്കുന്ന പോലെ നമ്മൾ ഈ PDC എന്നുള്ള സിനിമക്ക് പ്രീ ഡിഗ്രി കോഴ്സ് എന്നൊരു പേരിട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നെയിം എന്നുള്ള ലെവലിൽ നമ്മൾ പറയുന്ന പേരാണ് പിഗ് ഈസ് എ ഡേഞ്ചറസ് ക്രീച്ചർ. കാരണം സിനിമയിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വളരെ വലുതായിട്ടുള്ളതുകൊണ്ട്. ഇത് പ്രീ ഡിഗ്രി കാലത്തിൽ ഒരു കുറേ കുട്ടികൾ, ഒരു 10-15 കുട്ടികൾ, അവരുടെ ഇൻട്രാക്ഷൻസും അവരുടെ ലവും അവരുടെ റൊമാൻസും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ആദ്യം പറഞ്ഞ പ്രണയത്തിൻ്റെ ഡിഗ്രി കോഴ്സ് എന്ന് ഞാൻ കളിയാക്കി നേരത്തെ പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ്. കാരണം അവരുടെ പ്രണയവും ഈ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രീ ഡിഗ്രിക്ക് നമ്മൾ ഈ +2 മുൻപ് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിലെ എല്ലാ സ്ട്രിക്ട്നെസ്സും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചേംബർ തുറന്ന് ഹൊറൈസൺ ഓഫ് ഫ്രീഡം എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ ഫ്രീഡത്തിൽ നമ്മളൊരു കോളേജിലോട്ട് ചെല്ലുകയാണ്. ഞാനൊക്കെ ഒരുപാട് 90% ക്ലാസ്സുകളിലും കയറിയിട്ടില്ല. അപ്പം നമ്മൾ ടീച്ചർ വരുമ്പോൾ ടീച്ചറെ പോവാണേ എന്ന് പറഞ്ഞാൽ ഇന്ന് സങ്കല്പിക്കാൻ പറ്റത്തില്ല. അത് റെസ്പെക്റ്റ് ഇല്ലായ്മയല്ല, അതിനുള്ള ഫ്രീഡമുള്ള ഒരു കാലമായിരുന്നു അത് പ്രീ ഡിഗ്രി കാലം. ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആവുന്ന മിക്കവാറും പൊളിറ്റിക്സും പ്രണയവുമാണ്. 2ഉം P ആണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ പ്രണയത്തിന് വലിയ തീവ്രമായ 17 വയസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ നിങ്ങൾക്കുമൊക്കെ അറിയാം, നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രണയം വരുന്നൊരു പ്രായമാണ് ആ ടീനേജിൻ്റെ അവസാന ഭാഗം. ആ സമയത്ത് പ്രണയങ്ങൾ വരികയും എന്തായാലും ഒരു പെണ്ണിനെ 2 പയ്യന്മാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇവന്മാർ 2 പേരും തമ്മിൽ എന്തായാലും ഒരു ഗ്രഡ്ജ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കമില്ല. ഇവന്മാർ അടി കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ഇടി കൂടിയിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ കാലത്ത് ഒരുപാട് സംഭവിച്ചിട്ടുള്ള. വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ ലൈഫിൽ ഇവർ ഒന്നിക്കേണ്ടി വരുമ്പം ഈ പണ്ട് പിണങ്ങിയിട്ടുള്ള കുട്ടികളുടെ ഒരു ഭാവി ജീവിതത്തിൽ, ഫ്യൂച്ചർ ലൈഫിൽ അതെങ്ങനെ ബാധിച്ചു എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു പടങ്ങളും അതിനകത്തോട് പന്നി ഒരു വലിയൊരു ഹൈലൈറ്റായിട്ട് മാറുന്നതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. ഇപ്പോൾ ഇവരൊക്കെ അഭിനയിക്കുന്ന, ഈ മോൾ അഭിനയിക്കുന്ന ദേവിക അഭിനയിക്കുന്ന ക്യാരക്ടർ ഭാവിയിൽ 26 വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്ന മഞ്ജു പത്രോസാണ്. അത് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. 15 കുട്ടികൾ അവരുടെ ഇപ്പം അതുപോലെ അത് ഡിവിഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം 50 സീൻ മൊത്തത്തിൽ സിനിമ കണ്ടെന്ന് വെക്കുക. അതിൽ 25 സീൻ കുട്ടിക്കാലമാണ്, 25 സീൻ ഞങ്ങളുടെ പ്രായമാണ്. അപ്പോൾ അവരുടെ പ്രായത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങൾ 26 വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും വലുതായി കഴിഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾക്ക് സീനെ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഇന്നാണ് ഇവിടെ വെച്ചാൽ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു 15 പേരുടെ ജീവിത കഥയാണ്. ഇപ്പം ജയൻ ചേട്ടൻ്റെ PDC കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു രസകരമായ അനുഭവം ഓർമ്മയുണ്ടോ? എല്ലാ ദിവസവും രസകരമായിരുന്നു. കാരണം ഞാനൊക്കെ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയുടെ സ്കൂളിൽ, സെൻട്രൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള സ്കൂളായിരുന്നു. കാരണം ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മലയാളമാണ്. അപ്പം ഞാൻ പഠിക്കുന്ന സ്കൂളിൽ എനിക്ക് മലയാളമില്ല. അപ്പം ഞാൻ 10ലൊക്കെ വരുമ്പോൾ 500 മാർക്ക്. ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, മാത്സ് 500 മാർക്ക്. ഞാൻ മലയാളം വളരെ ഗ്രാഹ്യത്തോടു കൂടി പഠിക്കുകയൊന്നും ചെയ്തിട്ടില്ലാത്ത ആളാണ്. ആ സ്കൂളിൽ എനിക്ക് മീഡിയം ഓഫ് കോൺവെർസേഷൻ ഇംഗ്ലീഷാണ്.
എൻ്റെ അമ്മയോട് പോലും ഞാൻ ഇംഗ്ലീഷിലേ സംസാരിക്കാവുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 2ലോ 3ലോ മറ്റാണ് പോടാന്ന് വിളിച്ചതിന് ക്ലാസ് ലീഡർ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഐ വാസ് എന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കാൻ എന്നെ പണിഷ് ചെയ്ത ഒരു കാലമുണ്ട്. അപ്പം അങ്ങനത്തെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് സെൻറ്റ് മൈക്കിൾസ് കോളേജ് ചേർത്തലയിലോട്ട് വരുമ്പം ഞാൻ കാണുന്ന ഡ്രസ്സിങ്ങിലെ മാറ്റമാണ്. എൻ്റെ കാല് 12 സൈസാണ്, അതിന് ഫ്രീഡം. എന്നെ നോക്കാൻ ആരുമില്ല. എൻ്റെ ചേച്ചി അവിടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ചേച്ചിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. പിന്നെ അവിടെ ചെന്ന് പൊളിറ്റിക്സ് ആയി, ഞാൻ SFIയിലായി. ഞങ്ങളുടെ ഒരു ഗ്യാങ് വേറെ, ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ പുതിയ തരത്തിൽ പുതിയ ഓരോ മരച്ചോട്ടിലും ഓരോ കപ്പിൾസിനെയാണ് കാണുന്നത്. സ്കൂളിൽ അല്ല, മരച്ചോട്ടിലൊന്നും ഇരിക്കാൻ നേരം കിട്ടിയില്ല. കാരണം വെച്ചാൽ നമുക്കൊന്നല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഇങ്ങനെ ശ്രദ്ധിച്ച് നടക്കേണ്ടതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഒരു മരത്തിൻ്റെ ചുവട്ടിലോട്ട് ശ്രദ്ധ ചെലുത്താൻ സാധിച്ചില്ല. പിന്നെ ഞാൻ അത്ര വലിയ അട്രാക്റ്റീവ് ഫിഗറൊന്നും അല്ലായിരുന്നു അന്നത്തെ കാലത്ത്. നമ്മളൊരു പ്രണയം പറഞ്ഞിട്ട് ആ പെണ്ണിന് ഇഷ്ടമല്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവൾ എന്നോട് പ്രതികരിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രണയം പൊളിഞ്ഞു. പക്ഷെ വേറെ ആയിരിക്കാം, മൗനത്തിന് ഉത്തരം തന്നിട്ടില്ല ഇന്ന് വരെ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പിന്നെ പൊളിറ്റിക്സ് വന്നു കഴിയുമ്പോൾ ഒരു വലിയ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് ഒരാളിലോട്ട് ഒതുങ്ങാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഒരു പ്രണയം ഒക്കെ വന്നു കഴിഞ്ഞാൽ, പൊളിറ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു വെച്ചോ ഒരു ക്ലാസ്സിൽ, ബാക്കിയുള്ള എല്ലാ പെൺപിള്ളേരും നമുക്ക് ശത്രുക്കളായിരിക്കും. അപ്പം നമുക്കത് പൊളിറ്റിക്കൽ ബുദ്ധി വെച്ചിട്ട് നമുക്ക് അത് പെണ്ണുങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുച്ചിനെ അപ്പോൾ നാച്ചുറലി ഒരു പെൺകുച്ചിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മുഴുവൻ ഈ ആളിനോട് വിരോധമായിരിക്കും. അപ്പം നമ്മൾ ആരെയും പ്രേമിക്കില്ല, എല്ലാവരുടെയും ആളായിട്ട് നമ്മളങ്ങ് നിന്നാൽ മതിയല്ലോ, നമുക്ക് പ്രശ്നമില്ല. അപ്പം ഞങ്ങൾ ആങ്ങളെയോ പെങ്ങളെയോ എന്ത് വേണേ ഒരു കുഴപ്പമില്ല നമ്മൾ. അപ്പം എൻ്റെ പ്രീ ഡിഗ്രി കാലം ഞാൻ ഭയങ്കരമായിട്ട് റിയലി എൻജോയ്ഡ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കുറേ നല്ല ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് പിന്നെ ജീവിതത്തിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന കുറേ. ഇപ്പം ഇനി മുകളിലേക്ക് വരാണെങ്കിൽ ദേവിക മോള് ഇപ്പം എങ്ങനെയാണ് സ്റ്റഡീസും ഇതും അഭിനയവും കൂടി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അങ്ങനെ വെച്ചാൽ ഞാനിപ്പോൾ ഡിഗ്രി 3rd year ആയി. ഡിഗ്രി 3rd year ആണോ? കണ്ട 5ാം ക്ലാസ്സിലാന്ന് പറയും. ആ ഡിഗ്രി അപ്പോൾ ക്ലാസ്സില്ലാത്ത ടൈം നോക്കിയിട്ട് ഇങ്ങനെ ഷൂട്ട് എപ്പോഴും വരുമ്പോൾ ഷൂട്ട് വരുമ്പോൾ അങ്ങനെ പോയി ചെയ്യും. ക്ലാസ്സില്ലാത്ത ടൈം നോക്കിയിട്ട് അങ്ങനെ ചെയ്യാറുള്ളൂ. എനിക്ക് ദേവികയോടുള്ള ഒരു ബഹുമാനം എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് അഭിനേതാവാകണം എന്ന് ആഗ്രഹമുണ്ട്. അത് പഠിക്കുന്നത് അഭിനേതാവാകാൻ വേണ്ടിയാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. നമുക്കൊന്നും ആ കാലത്ത് തോന്നാത്ത ഒരു ബുദ്ധിയാണ്. നമ്മൾ ഏത് പ്രൊഫഷൻ വേണമെന്നുള്ള, അന്നും അഭിനയം ആഗ്രഹമായിരുന്നെങ്കിലും നമ്മൾ ആ പഠിത്തത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് കണ്ടിരുന്നില്ല. പക്ഷേ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് അവൾ എനിക്ക് ആക്ട്രസ് ആവണം എന്ന് ആ ഡെസ്റ്റിനിയിലോട്ടുള്ള യാത്ര അവൾ തന്നെ ഡിറൈവ് ചെയ്യാണ്. അതൊരു വലിയ കാര്യമാണത്. സാറിനെ സംബന്ധിച്ച് ഇപ്പം സാറ് ഒരു ജോലി ഉപേക്ഷിച്ച് ഇതിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അതെങ്ങനെ നോക്കി കാണുന്നു? അല്ല, അത് ഒരു അന്നത്തെ ബുദ്ധിയിൽ തോന്നിയ കാര്യങ്ങളാണ്. അല്ല, എനിക്കതിൽ റിഗ്രറ്റ്. സക്സസ് ഒന്നും അല്ല ലൈഫ്. എങ്ങനെ സക്സസ് പറയാൻ പറ്റും? സി, അണ്ടിൽ ദ ഡേ കംസ് വെൻ ഐ ആം ഡെഡ്, ഇഫ് ഐ എം അക്ലെയിംഡ് ആസ് എ വെരി ഗുഡ് ആക്ടർ, ഇറ്റ്സ് ഫൈൻ. അല്ലാതെ ഞാൻ എങ്ങനെ ഒരു വലിയ ആക്ടർ ആണെന്നോ എൻ്റെ ലൈഫ് സക്സസ് ആണെന്നോ ഞാൻ ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അത് നിങ്ങൾക്ക് എൻ്റെ ലക്ഷ്യം അറിയാത്തതുകൊണ്ടാണ്. സി, ആ ലൈഫ് സക്സസ് ആയി എന്ന് തീരുമാനിക്കപ്പെടേണ്ട ആൾ ഞാൻ തന്നെയാണ്. എൻ്റെ കണക്കിൽ എൻ്റെ ലൈഫ് സക്സസ് അല്ല, ട്രൂലി സ്പീക്കിംഗ്. കാരണം എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തിയിട്ടില്ല, എൻ്റെ 7 അയലത്ത് പോലും ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അതിൽ എൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ ഒരുപാടുണ്ടാവാം, എൻ്റെ കഴിവില്ലായ്മ ഒരുപാടുണ്ടാവാം, എൻ്റെ ശ്രദ്ധക്കുറവ് ഒരുപാടുണ്ടാവാം. എനിക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം മുമ്പത്തെ അപേക്ഷിച്ച് കുറേ കൂടി ഞാൻ സീരിയസ് ആയിട്ട് ഈ പ്രൊഫഷനെ കാണുന്നുണ്ട്. കുറച്ചുകൂടെ എനിക്ക് മെനക്കെട്ടാൽ എനിക്ക് എൻ്റെ സ്വപ്നത്തിന് അടുത്തെത്താൻ സാധിക്കും എന്നൊരു തോന്നൽ, ഒരു കോൺഫിഡൻസ് വന്നതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ചുകൂടെ വല്ലാണ്ട് ഞാൻ മെനക്കെടാൻ, എൻ്റെ സൈക്കോളജിക്കൽ മാത്രമല്ല ഫിസിക്കലി ഞാൻ വല്ലാണ്ട് അതിലോട്ട് എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പം അത് ആ ആറ്റിറ്റ്യൂഡ് ചിലപ്പം നമുക്കൊരു ഒരു എന്താ പറയുക, മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമായിരിക്കാം. ഇതുവരെ കണ്ടൻമെൻറ്റിൻ്റെ 7 അയലത്തെത്തിയിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ പണ്ടത്തെ കാലഘട്ടത്തിൽ അഭിനയിച്ച പലരും ഇന്ന് നമുക്ക് സിനിമയിലില്ല. അപ്പോൾ പക്ഷെ സാർ ഇത്രയും നാളും അത് സസ്റ്റെയിൻ ചെയ്തു പോകുന്നു, അത് തന്നെ ഒരു വലിയ അത് അന്നെടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. എന്താ പറയുക, ഇപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആവശ്യം എനിക്ക് മാത്രമാണ്. എന്നെ സിനിമയ്ക്ക് ആവശ്യമേ ഇല്ല. എൻ്റെ ആവശ്യമാണ് സിനിമയിൽ ഉണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ തന്നെ മെനക്കെട്ടിരുന്നു സിനിമ ഉണ്ടാക്കി, എനിക്ക് ചാൻസ് ഉണ്ടാക്കി, ഞാൻ ആൾക്കാരെ വിളിക്കേണ്ടവരെ വിളിച്ച്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പുറയിൽ നിന്ന് പുതിയ കഥകൾ ഉണ്ടാക്കി, ഡയറക്ടറെ കൊണ്ടുവന്ന് പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യിച്ച് എനിക്കൊരു വേഷം കിട്ടത്തക്ക രീതിയിൽ ഞാൻ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് സിനിമ ഉണ്ടാവില്ല ആർക്കും. മനസ്സിലായി? പണ്ടെന്ന് വെച്ചാൽ ഒരു സിനിമ ഉണ്ടാക്കി അതിലോട്ട് ആൾക്കാരെ കാസ്റ്റ് ചെയ്ത് ആ ആൾക്കാരെ ചാൻസ് ചോദിച്ച് വരുന്നവരിൽ നിന്ന് സെലക്ട് ചെയ്ത് എത്തുന്ന ഒരു പതിവുണ്ട്. ഇനിയുള്ള കാലത്ത് സിനിമ അങ്ങനെയല്ല.
ഇനിയുള്ള കാലത്ത് സിനിമ ആ പാറ്റേണേ അല്ല, നമ്മൾ സിനിമ ഉണ്ടാക്കി നമുക്ക് വേണ്ട സിനിമകൾ ഉണ്ടാക്കി നമ്മൾ ഏത് മേഖലയിലാണോ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ ക്ലിക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു പരിധിവരെ നമുക്കതൊരു വലിയ ഒരു ശക്തി തരും. കാര്യം നമ്മൾ ഇറങ്ങി പണി ചെയ്താൽ നമുക്കൊരു പടം ഉണ്ടാക്കാം എന്നൊരു വിചാരമുണ്ട്. അപ്പോൾ അതിൽ ആണ് ഞാനൊക്കെ ഫ്യൂച്ചർ കാണുന്നത്. അതിൽ കൂടെ എനിക്ക് സിനിമയിൽ ഒരു സസ്റ്റൈനബിൾ പൊസിഷനിൽ എത്താൻ പറ്റണേ എന്നൊരു പ്രാർത്ഥന അവിടെയാണുള്ളത്. ഇനിയിപ്പോൾ സാറിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. അപ്പം ഈ ഒരു എക്സ്പീരിയൻസസ് ചെയ്യുന്ന ഫോർ യു വാട്ട് ഇസ് മെച്യൂരിറ്റി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഒറ്റ വാക്കി പറഞ്ഞാൽ എനിക്ക് ഇതുവരെ വരാത്തൊരു സാധനം. ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഐ ആം മെച്യൂർ. പക്ഷെ എനിക്ക് സാറിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കില്ലാത്തോണ്ടായിരിക്കും. അത് ആദ്യം ചേഞ്ച് ആയിട്ടാന്ന് പറഞ്ഞു തുടങ്ങി ഇപ്പൊ സാറിലെത്തി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനകത്ത് മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കുന്ന ഒന്നല്ല. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ. എൻ്റെ ബുദ്ധി വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വളരുന്നതും നമ്മൾ അറിയത്തില്ല, നമ്മൾ തളരുന്നതും നമ്മൾ അറിയത്തില്ല, നമുക്ക് മെച്യൂരിറ്റി വരുന്നതും അല്ലാത്തതൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മൾ ഇതിനെ ഒരു മാനദണ്ഡമായിട്ട് കാണുന്ന മറ്റുള്ളവർ നമ്മളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ആളായി, മറ്റുള്ളവർ നമ്മളെ നിരാകരിക്കുമ്പോൾ നമ്മൾ ഔട്ടായി പോയി എന്ന് ധരിക്കും. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പബ്ലിക് പക്ഷെ നമ്മൾ തിരിച്ചറിയാനൊന്ന് ശ്രമിക്കുന്നത് നല്ലതാണ്. നമ്മൾ വളരെ ക്രിട്ടിക്കലായിട്ട് നമ്മുടെ പോക്കിനെ കുറിച്ച് നമ്മളൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് സെൽഫ് റിയലൈസേഷൻ നമുക്ക് വളരെ ഈ സിനിമക്കകത്ത് പ്രത്യേകിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ ആകുമ്പം ഇന്ന് വരെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ട് ആരും മോശമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഞാൻ മോശമായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നല്ല. എൻ്റെ മുഖത്ത് നോക്കി ആരും പറയുകയില്ല ഞാൻ എങ്ങനെയായാലും ആർക്കെന്താ, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ജയ ആ ചെയ്തത് തെറ്റായി, ഇച്ചിരൂടെ നന്നാക്കി ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യൻ സിനിമയിൽ ഉണ്ടാവില്ല. കാരണം അവർക്ക് എല്ലാവർക്കും അവരവരുടെ അഭിനയം അല്ലെ അവരവരുടെ ക്യാരക്ടർ അവരവർ ചെയ്യുന്ന സാധനം നന്നാവണം എന്നുള്ളതല്ലാതെ മറ്റൊരാളെ എന്നോട് വന്ന് ചിലപ്പോൾ കുറ്റം പറഞ്ഞാൽ, ഇപ്പോൾ അന്ന തന്നെ എന്നെ കാണുമ്പോൾ വന്നിട്ട് ജയൻചേട്ടാ അവിടെ ചെയ്തൊരു ഇച്ചിരി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അന്ന പേടിക്കും, നാളെ തൊട്ട് ജയൻചേട്ടൻ ഇനി എന്നെ കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല. ഈ ഭയമാണ് സിനിമയിലുള്ളത്. കാരണം ആർക്കും ആരോടും സത്യസന്ധമായിട്ട് മനസ്സ് തുറക്കാൻ ഭയമുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പാടാണ്. അത് സത്യമായിട്ടുള്ള തിരിച്ചറിവ് വലിയ പ്രയാസമുള്ളൊരു ഫീൽഡാണ്. സെറ്റിൽ എന്തെങ്കിലും അടിപൊളി രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഓർത്തിരിക്കാൻ പറ്റുന്ന? ഈ ഇതിലാണെങ്കിൽ തന്നെ ഞങ്ങളിപ്പോൾ ഈ ജൂനിയേഴ്സ് ചെയ്ത എല്ലാവരോടും ഞങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ്. ഭയങ്കര ആ ഒരു ഞങ്ങളൊരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പോലെ ആ ഒരു ഗ്യാങ് ആയിട്ട് തന്നെ ഭയങ്കര ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സിനിമയിൽ വന്നില്ല. ഞങ്ങൾ മറ്റൊരാൾ സീൻ എടുക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങനെ സപ്പോർട്ട് കാണാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് അങ്ങനെയൊക്കെ നല്ല രസത്തിൽ പോയി ഞങ്ങൾ തമ്മിലുള്ളൊരു ഇത്. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത ജയൻചേട്ടനും ദീപികമ്മക്കും ഒരുപാട് താങ്ക് യു. ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്കും ഒരുപാട് താങ്ക് യു. ബൈ ബൈ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.